നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകളുടെ രഹസ്യ സ്വഭാവത്തെക്കുറിച്ചാണ്. രാഹുൽ ഗാന്ധി രഹസ്യമായി വിദേശയാത്ര നടത്തിക്കോട്ടെ, പക്ഷേ എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് താമസിക്കുന്നത്, ആരെയൊക്കെയാണ് കാണുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം. ഇത് സമർപ്പിച്ചില്ല എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. അത്ര രഹസ്യമായ വിദേശ സന്ദർശനങ്ങൾ പാടില്ല. കൃത്യമായ വിവരങ്ങൾ, മിനിമം വിവരങ്ങളെങ്കിലും കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള വിദേശ സന്ദർശനമേ പാടുള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധി ഇത് പാലിക്കാറില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 2004 മുതൽ 2026 വരെ, 2004 രാഹുൽ ഗാന്ധി MP ആയി വരുന്നത്. 2004 മുതൽ 2026 വരെയുള്ള പാർലമെന്ററി റെക്കോർഡ് അനുസരിച്ച് 58 തവണ രാഹുൽ ഗാന്ധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ വിദേശയാത്രകൾ, ഇത്തരം വിദേശയാത്രകൾ ഒരു MP, അത് ലോക്സഭാ MP ആയിക്കോട്ടെ, രാജ്യസഭാ MP ആയിക്കോട്ടെ, നടത്തുമ്പോൾ 3 ആഴ്ച മുമ്പ് ആഭ്യന്തര മന്ത്രാലയത്തെയും വിദേശകാര്യ മന്ത്രാലയത്തെയും അറിയിക്കണം എന്നാണ് ചട്ടം. ഇങ്ങനെ അറിയിക്കുന്നതിലൂടെ സുരക്ഷാ ഏജൻസികൾക്ക് ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കും. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ആ കുടുംബത്തിൽപ്പെട്ട 2 പേരാണ് തീവ്രവാദി ആക്രമണങ്ങളിൽ മരിച്ചത്. പിന്നെയും ദുരൂഹമായ മരണങ്ങൾ ആ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. എന്തായാലും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമെല്ലാം തീവ്രവാദി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുടുംബത്തിലെ ഇളം തലമുറക്കാരായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെല്ലാം കേന്ദ്ര സർക്കാർ വർഷങ്ങൾ മുമ്പ് തന്നെ വലിയ സുരക്ഷ നൽകി വന്നിരുന്നു. ഇപ്പോഴും അത്തരം വലിയ സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കുമൊക്കെ നൽകുന്നത്. പക്ഷേ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ്, അല്ലെങ്കിൽ സ്വഭാവ രീതിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പിന്തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ അതീവ രഹസ്യമായ വിദേശയാത്രകൾ, എവിടേക്കാണ് പോകുന്നതെന്നോ, എവിടെയാണ് അദ്ദേഹം താമസിക്കുന്നതെന്നോ, ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തുന്നതെന്നോ ആയിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ നടത്തുന്ന രഹസ്യയാത്രകൾ, ഈ 58 വിദേശയാത്രകളിൽ കൂടുതലും അങ്ങനെയുള്ളതാണ്. ഇങ്ങനെ യാത്ര നടത്തിയാൽ ആ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട സുരക്ഷാ ഏജൻസികൾ എന്തു ചെയ്യും? അവർ എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത്? രാഹുൽ ഗാന്ധിക്ക് വിദേശയാത്ര എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഏജൻസികൾക്കാണ്, കേന്ദ്ര സർക്കാരിനാണ്. ഇന്ത്യയിൽ വെച്ച് പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടായാൽ നരേന്ദ്രമോദി സർക്കാർ ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കനത്ത സുരക്ഷയാണ് ഈ കേന്ദ്ര സർക്കാർ നൽകി വരുന്നത്. എപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ നിശിതമായ വിമർശനം നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ BJPക്കെതിരെയും RSSനെതിരെയും ഒക്കെ നിശിതമായ വിമർശനമാണ് അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും നടത്തുന്നത്. തന്നെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നു എന്ന് പലപ്പോഴും രാഹുൽ ഗാന്ധി ആരോപിക്കാറുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയോ സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയോ ചെയ്താൽ തീർച്ചയായും ആരോപണത്തിൻ്റെ കുന്തമുന ഉയരുന്നത് കേന്ദ്ര സർക്കാരിന് നേരെയായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഭയന്നിട്ട് കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നു എന്നടക്കമുള്ള വ്യാഖ്യാനങ്ങൾ വന്നേക്കാം. പക്ഷേ സുരക്ഷാ ഏജൻസികളോട് സഹകരിക്കേണ്ട ഉത്തരവാദിത്വം VVIPകൾക്കാണ്. രാജ്യത്ത് നിരവധി VVIPകൾക്ക് സുരക്ഷ കേന്ദ്ര ഏജൻസികൾ നൽകുന്നുണ്ട്. മുഖ്യമന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, RSS മേധാവി പോലെയുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഇങ്ങനെ നിരവധി ആളുകൾ VVIPകളായി ഇന്ത്യയിലുണ്ട്. ഇവർക്ക് വിവിധ ഏജൻസികളാണ് സുരക്ഷ നൽകുന്നത്. പല കാറ്റഗറിയിലുള്ള സുരക്ഷ ഇവർക്ക് നൽകി വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ളവർ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഈ സുരക്ഷാ ഏജൻസികളുമായി സഹകരിക്കുന്നത്. സുരക്ഷാ ഏജൻസികൾ നിശ്ചയിക്കുന്ന കാര്യത്തിനപ്പുറത്തേക്ക് അദ്ദേഹം കടക്കാറില്ല. കാരണം തൻ്റെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഏജൻസിക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ഒരാക്രമണം അതൊരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. കാരണം അത് രാജ്യത്തിന് നേരെയുള്ള ആക്രമണമാണ്. അതുകൊണ്ട് തനിക്ക് വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളെ ഭയമില്ല. പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തീർച്ചയായും സുരക്ഷാ
ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചേ മതിയാവൂ. അങ്ങനെ 100% സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ സ്വദേശത്തും വിദേശത്തുമുള്ള യാത്രകൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ഇന്നിപ്പോൾ ഈ ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആഹ്വാനങ്ങളുണ്ട്. പൗരന്മാരോട് ഈ പെട്രോൾ ഡീസൽ വില വർധനവിൽ നേരിടാനായി മുൻകരുതൽ എടുക്കണമെന്നും വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം കുറച്ചിരുന്നു. അതുമാത്രമാണ് ഈ സുരക്ഷാ കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ. ഇല്ല എങ്കിൽ മറ്റെല്ലാ ഇടപെടലുകളും നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറി നിൽക്കാറുണ്ട്. പക്ഷേ നേരെ വിപരീതമാണ് രാഹുൽ ഗാന്ധി സുരക്ഷാ ഏജൻസികളുമായി ഒട്ടും സഹകരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ യാത്രകൾ മുൻകൂട്ടി അറിയിക്കാറില്ല എന്നു മാത്രമല്ല, ഇന്ത്യയിൽ പലയിടങ്ങളിലും സന്ദർശനം നടത്തുമ്പോൾ സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ വലിയ സെക്യൂരിറ്റി റിസ്ക് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലുണ്ട് എന്ന് നേരത്തെ തന്നെ സുരക്ഷാ ഏജൻസികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം വിദേശത്ത് പോയി രാജ്യവിരുദ്ധ ശക്തികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നുവെന്നും വിദേശത്ത് പോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്നുവെന്നുമൊക്കെയുള്ള ആരോപണങ്ങളും നേരത്തെ ഉയർന്നതാണ്. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ പലതും രാഹുൽ ഗാന്ധി വിദേശത്ത് നടത്തിയിട്ടുണ്ട് എന്ന് BJP ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾക്കിടയിലാണ് വിദേശ യാത്രകൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകാനോ പ്രോട്ടോകോൾ പാലിക്കാനോ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ലെന്നും അത് വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ വിദേശ യാത്രകൾക്കിടയിൽ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയിൽ ഗുരുതരമായ വീഴ്ച സൃഷ്ടിക്കുന്നുവെന്നും പാർലമെന്ററി കാര്യ മന്ത്രി തന്നെ ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.